എന്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പഴം വെച്ചിട്ടുള്ള ഇലയടയാണ്. തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു ഇലയടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. ഇനിയിപ്പോൾ ഈ ഒരു പഴം നൈസായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഏത്തപ്പഴം വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂസ് പൊടിച്ചത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് റൈസിൻസും കൂടെ ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാഷ്യൂസും റൈസിൻസും ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഏത്തപ്പഴം കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ പഴവും റൈസിൻസും ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പഴം നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം, അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. വഴറ്റുന്ന ഏത്തപ്പഴം നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കുഴച്ചെടുക്കേണ്ടതാണ്. അതിനായിട്ട് പഴം നല്ല പോലെ തന്നെ ഉടച്ച് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ ഇപ്പോൾ പഴം ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് അരമുറി നാളികേരം തിരുമ്മിയെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നാളികേരം കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും നല്ല വണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിരിക്കുവാണ്. ഈ അട തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നാളികേരത്തിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുവരെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഇപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കരപ്പാനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 നുള്ളു ഉപ്പ് ചേർക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കര പാനിയും പഴക്കൂട്ടും നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി ഞാനിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് ശർക്കരപ്പാനി തന്നെ ചേർക്കണം. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം പോരായ്മ വരുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം കൂടിപ്പോയാലും നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ഇട്ട് കുഴച്ചെടുക്കാവുന്നതുമാണ്. നമ്മളെടുത്തിട്ടുള്ള പഴം നല്ല പഴുത്തിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ പൊടിക്കും നല്ല മധുരമൊക്കെ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. പഴക്കൂട്ട് ഞാനിതുപോലെ ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഴക്കൂട്ട് വെച്ച് കൊടുക്കാം. 2 ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗവും കൂടെ മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു തട്ടിലേക്ക് ഒന്ന് വെച്ചുകൂടെ കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നൈസാക്കി വേണം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ ഇലയുടെ എല്ലാം തന്നെ പരത്തി ഞാൻ ആവിയിൽ വേവിക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ വെന്ത് കിട്ടും. അട വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഴം അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പഴം ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളതും. നിത്യവും കഴിക്കുന്ന എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലുള്ള ആവി പലഹാരങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനും സാധിക്കും. ഈ ഒരു നോൻപ്
കാലത്ത് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി നിങ്ങൾ സന്തോഷമായിട്ട് കഴിക്കാനും ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.